അമ്മയ്ക്കും ദേവിമാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ലബ്ന. ഞാൻ വരുന്നത് പാറപ്പുറം കാഞ്ഞൂർ ഇടവകയിൽ നിന്നാണ്. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബറിലാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ 3.5 വർഷമായിട്ട് UK ഒരാളാണ്. 2024 ഡിസംബറിൽ എൻ്റെ വിസ എക്സ്പയർ ആയി. ഞാൻ ഡിസംബർ 30 എക്സ്പയർ ആയത്. സോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോമിൽ വിസ റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു ഇപ്പോൾ UK നിയമങ്ങൾ മാറുന്നതുകൊണ്ടും വിസ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടും ക്യാഷ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും അവർക്ക് വിസ എനിക്ക് തരുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് തകർന്നു പോയി. ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഇനി ഇതല്ല എൻ്റെ ജീവിതം, ഇനി ഞാൻ തിരിച്ചു വന്ന് വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ചിന്തകളായിരുന്നു എനിക്ക്. ഞാൻ എന്നിട്ട് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പപ്പയും മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 2024 ഡിസംബർ 28 ഞാൻ തിരിച്ചു പോരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഡിസംബർ 23 ഞാൻ ഓഫീസിലേക്ക്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോം കെയറിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഹോം കെയറിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് ഞാൻ മെയിൽ അയക്കുവാണ്. ഞാൻ എക്സിറ്റ് ആവാണ്, എനിക്ക് എക്സിറ്റ് ഇൻ്റർവ്യൂ വേണം. സോ ക്രിസ്മസ് ആയതുകൊണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ടും 23 ഓഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഓഫീസ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരാദ്യം എനിക്ക് വിസ തരില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ഞാൻ വീണ്ടും അവരോട് എക്സിറ്റ് ഇൻ്റർവ്യൂവിന് മെയിൽ അയച്ച സ്ഥിതിക്ക് അവരെന്നോട് പറഞ്ഞു ഹാഫ് ആൻ അവറിനുള്ളിൽ ഓഫീസിലെത്തുവാണെങ്കിൽ നമുക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവും ഉപ്പുമായിട്ട് ഞാൻ ഓഫീസിലേക്ക് വേഗം ചെന്നു. ഞാൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ കോർഡിനേറ്റർ എന്നോട് സംസാരിച്ചു, നീ ഒരു നല്ല വർക്കറാണ്, 3.5 year ആയിട്ട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നു, സോ നിന്നെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു 3 more months അവർക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഏപ്രിൽ വരെ UK എങ്ങനെയെങ്കിലും നിൽക്കുവാണെങ്കിൽ നിനക്ക് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും വിസ അപ്ലൈ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. സോ ഞാൻ എഗെയിൻ സോളിസിറ്ററെ വിളിച്ചു. വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം വക്കീൽ പറഞ്ഞു നമുക്കൊരു അപ്ലൈഡ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് 3 months നമുക്കിവിടെ നിൽക്കാം, നിന്നിവിടെ ഞാൻ പിടിച്ചു നിർത്താം. സോ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നിനക്ക് വിസ ലഭിക്കുവാണെങ്കിൽ 3 months ഇവിടെ നിൽക്കാനുള്ള വഴി സോളിസിറ്റർ വഴി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സോളിസിറ്ററും വഴി ഫസ്റ്റ് സോളിസിറ്റർ എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ഫീ വേവർ എന്നൊരു വിസ ആപ്ലിക്കേഷനാണ്. ഞാൻ അതിനൊട്ടും വാലിഡ് അല്ല. കാരണം ഫീ വേവർ എന്ന് പറയുന്നത് അവിടെ നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ റെഫ്യൂജികൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു വിസയാണ്. ബട്ട് നമുക്ക് അപ്ലൈഡ് സ്റ്റാറ്റസിൽ അത്രയും ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫീ വേവർ വിസയാണ് ഇടുന്നത്. അതെന്തായാലും റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ ഫെബ്രുവരി 10 ഫീ വേവർ ഡിസിഷൻ ലെറ്റർ വന്നു, റിജക്ഷനായി. വിത്തിൻ 10 days UK എക്സിറ്റ് ആവണം. സോ ഞാൻ വീണ്ടും ഓഫീസിൽ പോയി സംസാരിച്ചു, നിങ്ങൾ എനിക്കിപ്പോൾ വിസ തരണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ FLR എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സോ അപ്പോൾ ഓഫീസുകാർ വീണ്ടും പറയാണ് നിനക്ക് FLR ആപ്ലിക്കേഷൻ വഴി മൂവ് ചെയ്യാം, നിനക്ക് ഏപ്രിൽ ആവേണ്ട വിസ തരാൻ പറ്റത്തില്ല. സോ FLR ആപ്ലിക്കേഷൻ ഇട്ടാൽ സോളിസിറ്റർ പറഞ്ഞു 3 more months നമുക്ക് വീണ്ടും കിട്ടും, സോ നീ FLR ആപ്ലിക്കേഷൻ ഇട്. സോളിസിറ്ററിൻ്റെ വാക്ക് പ്രകാരം ഞാൻ വീണ്ടും FLR ആപ്ലിക്കേഷൻ ഇട്ടു. അതിനൊരു 4 lakh നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് റീഫണ്ടബിൾ ആണ് നമുക്ക് വിസ കിട്ടിയാൽ. സോ ഞാൻ 4 lakh വെച്ച് FLR ആപ്ലിക്കേഷൻ ഇട്ടു. നമുക്ക് 3 months FLRൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ നിർഭാഗ്യവശാൽ വിത്തിൻ 1 month മാർച്ച് 15 മുന്നേ വിസ ഓഫീസിൽ എൻ്റെ അടുത്ത് ഹാജരാകും പറഞ്ഞു. FLRൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഹാജരായ ഒന്നല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് അവരെന്നെ UK നിന്ന് എക്സിറ്റ് ആക്കും, അല്ലെങ്കിൽ അവരെൻ്റെ പാസ്പോർട്ട് മേടിച്ച് വെച്ച് 2 year എനിക്കവിടെ വിസ തരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീണ്ടും ഓഫീസിൽ പറയുവാണ് എനിക്ക് മാർച്ച് 15 മുന്നേ വിസ COS അവർ ഇഷ്യൂ ചെയ്യണം, അവരുടെ വർക്കറായിട്ട് എനിക്ക് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ UK നിന്ന് എക്സിറ്റ് ആവും. പിന്നെ ഓൾറെഡി ഒരു ഫീ വേവർ ആപ്ലിക്കേഷൻ ഇട്ടതുകൊണ്ട് അതൊരു വിസ റിജക്ഷനാണ്. സോ എനിക്ക് UK പോലത്തെ ഒരു കൺട്രീനെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. സോ ഓൾറെഡി ഒരു റിജക്ഷൻ വന്നതുകൊണ്ട് അപ്പോൾ ഓഫീസർ വീണ്ടും പറയാണ് നമുക്ക് ടൈം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അങ്ങനെ അവരൊരു ഉത്തരം തരുന്നില്ല. സോ ഞാൻ വീണ്ടും മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. വീട്ടിൽ വിളിച്ചു പറഞ്ഞു, മമ്മി പപ്പയെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ മാർച്ച് 13 ആയപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് ഓഫീസിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കോർഡിനേറ്ററും മാനേജറും ഫ്രണ്ടിലിരിക്കുവാണ്, ഞാനും ഇരിക്കുവാണ്. ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഉടമ്പടി തൈലമൊക്കെ പറ്റിയിരിക്കുന്നത് ഉപ്പെൻ്റെ കയ്യിൽ അവർ കാണാതെ ചുരട്ടി പിടിച്ചു. ഞാൻ അവരോട് വീണ്ടും സംസാരിക്കുകയാണ്. അവർ വിത്തിൻ സെക്കൻഡ് വീണ്ടും പറയാണ് സോറി തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി 4 lakh കൊടുത്തിട്ടാണ്, എനിക്ക് വിസ കിട്ടിയാലാണ് ആ 4 lakh വരെ എനിക്ക് റീഫണ്ടബിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് പോവും, എൻ്റെ എല്ലാ കരിയറേ പോവും. സോ ഞാൻ അവരോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു സോറി തരാൻ പറ്റത്തില്ല, നമ്മൾ ഏപ്രിലല്ലേ പറഞ്ഞേ, മാർച്ച് 15 മുന്നേ എങ്ങനെ നിനക്ക് വിസ തരും, ആർക്കും ഞങ്ങൾ വിസ കൊടുക്കുന്നില്ല, ബട്ട് നീ ഒരു ഗുഡ് ആളായതുകൊണ്ടാണ് നിനക്ക് വിസ തരാമെന്ന് പറഞ്ഞത്, പക്ഷേ ഏപ്രിലിൽ ആവാണ്ട് വിസ തരാൻ പറ്റത്തില്ല, CO അതിന് അപ്രൂവ് തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവർ കാണാതെ അവരുടെ ബെഞ്ചിൻ്റെ അടിയിൽ ഞാൻ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്ത് തന്നെയായാലും മാതാവ് പ്രശ്നമില്ല, തിരിച്ച് ഞാൻ ഈ നാട്ടിൽ വരണം, 3 വർഷത്തെ UK ജീവിതത്തിന് ശേഷം നാട്ടിൽ വരണം, പ്രശ്നമില്ല, എനിക്ക് അടുത്തതാണെങ്കിൽ മാതാവിയെ വഴി കാണിച്ചു തരണേ, ശക്തി തരണേ എന്ന് ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചു. വിത്തിൻ സെക്കൻഡാണ് കോർഡിനേറ്ററിൻ്റെ മൈൻഡ് മാറിയത്. അവർ മാനേജറിൻ്റെ അടുത്ത് കോർഡിനേറ്റർ പറഞ്ഞു
ഒരു ഹാഫ് ആൻ അവർ അവളോട് പറ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവർ സിഇഒനെ വിളിച്ചു വരുത്തി. എനിക്ക് കേൾക്കാം അപ്പുറത്തെ റൂമിൽ നിന്ന് അവർ ഡിസ്കസ് ചെയ്യാണ്. കോർഡിനേറ്ററും മാനേജറും എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ് സിഇഒയുടെ അടുത്ത്. അങ്ങനെ അവർ തിരിച്ചു വന്നു. എൻ്റെ ഫ്രണ്ടിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് വിത്തിൻ സെക്കൻഡ് എനിക്ക് വേണ്ടി അവർ 10 lakhs അടിച്ച് COS ഇഷ്യൂ ചെയ്യാനുണ്ടായത്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അങ്ങനെ COS മാർച്ച് 15 അവരെനിക്ക് ഇഷ്യൂ ചെയ്തു. ഞാൻ മാർച്ച് 16 വിസയ്ക്ക് വെച്ചു. ഏപ്രിൽ 7 എനിക്ക് 5 year UK വിസ മാതാവ് ഈശോയിലൂടെ സാധിച്ചു തന്നു. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി 2021 എടുത്തിരുന്നു. അതും UK പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ബയോമെഡിക്കൽ സയൻസ് പഠിക്കാനായിട്ട് സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യമായിട്ട് 2022 ജനുവരി UK പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് UK പോകാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. സോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ജൂൺ ജൂലൈയിലാണ്. സോ നവംബർ ആകുമ്പോഴത്തേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ നവംബർ 16 ഫസ്റ്റ് ടൈം ഫീസും അടച്ചു. ബട്ട് നവംബർ 30 ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, താങ്കളെ അടുത്ത ഇൻടേക്കിലേക്ക്, അതായത് സെപ്റ്റംബർ 2020 ഇട്ടേക്കുന്നു, ജാൻ ഇൻടേക്ക് ക്ലോസ് ആയെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം 3 months ആയുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം വന്നിട്ട്. പക്ഷേ മാതാവേ, ഞാൻ ഉടമ്പടിയിൽ 3 months ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്ത് തന്നാലും കുഴപ്പമില്ല, പപ്പ പറഞ്ഞു ബാ നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞ് പപ്പയും മമ്മിയും ഞാനും കൂടെ കൃപാസനത്തിലേക്ക് യാത്ര തിരിച്ചു. ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏജൻസി അവരെ കോൺടാക്റ്റ് ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, കൃപാസനത്തിലേക്ക് വരുന്ന വഴി പകുതി ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ അടച്ച ഫീസ് നവംബർ 16 നവംബർ 16 വരെ ഫീസ് അടച്ചവരെ ജനുവരി ഇൻടേക്കിലേക്കും നവംബർ 17 മുതൽ ഫീസ് അടച്ചവരെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഇട്ടിരിക്കുന്നു. അങ്ങനെ മാതാവ് എനിക്ക് 2022 ജനുവരി 30 UK സ്കോട്ട്ലൻഡിൽ എത്താൻ സാധിച്ചു. അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് സ്കോട്ട്ലൻഡിലെ കത്തീഡ്രൽ പള്ളിയിലും അവിടുത്തെ ഇംഗ്ലീഷുകാർക്കൊക്കെ കൊടുക്കും. എനിക്കൊരു സ്കോട്ടിഷ് അമ്മച്ചി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അമ്മച്ചി മരിച്ചു. പക്ഷേ അമ്മച്ചിക്ക് ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷായിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനകളും ഉടമ്പടി കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമ്മച്ചി മരിക്കണേന് അന്ന് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ഇരുന്ന് കരയുവാണ്. ഞാൻ ചോദിച്ചു, എന്തേ അമ്മച്ചി കരയുന്നേ? അപ്പോൾ സ്കോട്ടിഷ് അമ്മച്ചി എൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ മാതാവ് ഗ്രേ കളർ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഗ്രേ കളർ മാതാവ് എന്ന് എന്നെ വിളിച്ചു, നിന്നെയും കണ്ടു കൂടെ. മാതാവ് ഞാൻ അലാറം വെക്കാൻ മറന്നുപോയി. സോ മാതാവ് എന്നെ വിളിച്ചുണർത്തി ലബ്ന എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിന്നെ അമ്മച്ചിക്ക് പെട്ടെന്ന് അറ്റാക്ക് വരാൻ ഉണ്ടായത്. അമ്മച്ചി അതിന് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ മാതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അവിടുത്തെ മലയാളീസിന് ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഉടമ്പടി എടുക്കാൻ അറിയാത്തവർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. പറ്റുന്നതൊക്കെ ഓൺലൈനായിട്ട് കാണാറുണ്ട്. എല്ലാ ദിവസവും ട്യൂസ്ഡേ അച്ഛൻ്റെ പ്രസംഗം ഞാൻ ഹെഡ്സെറ്റ് വെച്ചപ്പോൾ ജോലി ഉണ്ടെങ്കിൽ പോലും ഞാൻ ലൈവായിട്ടെങ്കിൽ കേൾക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. സോ ഞാൻ ജോലി ഉണ്ടെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് അത് കേൾക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഞാൻ ഇപ്പോൾ ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ കാണുന്നവരോടൊക്കെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പിന്നെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരത്തില്ല. അങ്ങനെ കുറേ ഇൻസൾട്ടൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കണോ എന്തിനാണ് എങ്ങനത്തെ രീതിക്ക്. പക്ഷേ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ ഉടമ്പടിത്തൈല ഞാൻ പ്രാർത്ഥിക്കും. ഈ അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ പനി, എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പനിയൊക്കെ വരാണെങ്കിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞ് ക്യാഷ് അയച്ചു കൊടുക്കും. മമ്മി ഇവിടെ ചോറും പൊതിയും പിന്നെ പാവപ്പെട്ടവർക്ക് ഫീസൊക്കെ അടയ്ക്കാൻ ക്യാഷ് കൊടുത്ത് സഹായിക്കാറുണ്ട്. മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 91 9 മുതൽ 11 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ലബ്ന ബിലേജു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. മകൾ സൂചിപ്പിച്ച സാക്ഷ്യം വിദേശത്ത് UK മകളുടെ വിസ തീരുന്ന കാലത്തിൽ അത് നീട്ടിക്കിട്ടുവാനായുള്ള പരിശ്രമത്തിൽ മകൾ നേരിട്ട പ്രതിസന്ധിയാണ്. യാതൊരു തരത്തിലും വിസ അത് നീട്ടിക്കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് മകൾ എത്തിച്ചേരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവിടുന്ന് എക്സിറ്റ് അടിക്കുവാനുള്ളത്. ആ ദിവസങ്ങളിൽ അമ്മ മാതാവ് ശക്തമായി എങ്ങനെ ഇടപെട്ടു, അനുവദിക്കില്ല എന്ന് പറഞ്ഞ വിസ എങ്ങനെ അനുവദിക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങൾ ക്രമീകരിച്ചു. അവിടെ ഓഫീസിൽ ചെന്ന് ആദ്യം തന്നെ നിനക്കിപ്പോൾ വിസ നൽകുവാൻ സാധിക്കില്ല, സോറി എന്ന് ആ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ മകളോട് പറയുമ്പോൾ അവിടെ തന്നെയുള്ള മറ്റ് 2 കോർഡിനേറ്റേഴ്സ് മകൾക്ക് വേണ്ടി CAയോട്
വളരെ ശക്തമായി ആർഗ്യൂ ചെയ്യുന്നത്. അങ്ങനെ മകൾക്കത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിസ അടിച്ച് കിട്ടുന്നത്, മകൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ കമ്പനി അവിടെ COSനായി അടയ്ക്കുന്നത്, ഇതെല്ലാമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഒരു വാക്കുപോലും അതിൽ ചെറിയ കാര്യമല്ല. കാരണം ജീവിതം ഏതാണ്ട് വിദേശത്ത് തീരുന്നു. തൻ്റെ വിസയിൽ ഒരു റിജക്ഷൻ വന്നു. അടുത്തത് വന്നാൽ ഇനി യൂറോപ്യൻ രാജ്യത്തേക്ക് തന്നെ എത്തുക വളരെ പ്രയാസകരമാകും. ഇത്ര നാൾ പഠിച്ചത്, അവിടെ ചെന്ന് പഠിച്ചത്, ജോലിയായത്, വലിയ സാമ്പത്തികമായ ഭാരങ്ങൾ, അതെല്ലാം തലക്കുമീതെ നിൽക്കുമ്പോഴാണ് കൃപാസന മാതാവ് എത്ര ലഘുവായി ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് എത്ര സുന്ദരമായി ദൂതന്മാരെ അയച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് അവരുടെ ഉള്ളിൽ മാനസാന്തരം വരുത്തി മകൾക്ക് അനുകൂലമായി സ്നേഹിക്കുവാൻ തീരുമാനമെടുക്കുവാൻ, അവളെ അവരുടെ ഭാഗമാക്കുവാൻ വേണ്ടി അവൾക്ക് വിസ അനുവദിച്ചു കൊടുക്കുവാൻ പറഞ്ഞതിലും 1 മാസം നേരത്തെ അനുവദിച്ചു കൊടുക്കുവാൻ ഒക്കെ ദൈവികമായ ഇടപെടൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ മകൾക്ക് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറഞ്ഞു, ആദ്യം UK പോകുന്നത് പോലും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. അവിടെയും ഒരു ക്രൈസിസ് മകൾ നേരിട്ടിരുന്നു. അത് ജനുവരിയിലാണോ സെപ്റ്റംബറിലാണോ പോകാൻ പറ്റുക എന്നൊരു ക്രൈസിസ്. എന്നാൽ മകൾ പറയുന്നുണ്ട്, ഒരു ദിവസത്തെ വ്യത്യാസത്തിന് നവംബർ 16 വരെ പണമടച്ചവർക്ക് ജനുവരി ഇൻടേക്കിൽ പോകാം, 17 മുതൽ പണമടച്ചവർക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് മാറ്റിയെന്ന്. മകൾ 16-ന് പണമടച്ചു നിന്ന വ്യക്തിയാണ്. ഒരു ദിവസത്തെ വ്യത്യാസത്തിന് എങ്ങനെ മാതാവ് ഇടപെടുകയും മകളുടെ ആദ്യത്തെ പ്രതിസന്ധിയെ തരണം ചെയ്തുവെന്ന് പിന്നീട് മകൾ സാക്ഷ്യപ്പെടുത്തി. ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് മാറുമോ? ദൈവത്തെ ഉപേക്ഷിക്കുമോ? നമ്മുടെ മറ്റു വഴികൾ എന്തെങ്കിലും കൗശലത്തിൻ്റെ, കാപട്യത്തിൻ്റെ, കള്ളത്തരത്തിൻ്റെ വഴികൾ നമ്മൾ തേടുമോ? അതോ ഉടമ്പടിയിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ആ നിമിഷം വരെ പരിപാലിക്കുന്നുവോ ആ പരിപാലിക്കുന്ന അമ്മയിൽ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഈ വലിയ കാര്യവും ഈ വലിയ പ്രതിസന്ധിയും മാറ്റിത്തന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അമ്മ മാതാവ് കൂടെ നിൽക്കും എന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അവ ഉപയോഗിച്ചുകൊണ്ട് ശരണപ്പെട്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? മകളുടെ 2 ടെസ്റ്റുകളുടെ സമയത്തും 2 പരീക്ഷകളുടെ സമയത്തും, ആദ്യത്തത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുവാനുള്ള സമയം, രണ്ടാമത്തത് അവിടെ വിസ നീട്ടിക്കിട്ടുന്ന സമയം. 2 പരീക്ഷണങ്ങളായിരുന്നു. ഉടമ്പടിയുടെ ക്വാളിറ്റി അളന്ന പരീക്ഷണങ്ങൾ. എന്നാൽ മകളുടെ വാക്കുകളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഒരു നിമിഷം പോലും മാതാവിനോടുള്ള ആ ബന്ധത്തെ മകൾക്കൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല, അത് കളിപ്പിക്കലായി തോന്നിയിട്ടില്ല, നടക്കാത്തതായി തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഉറച്ചു പിടിച്ചാൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അമ്മ എൻ്റെ ഏതൊരു ജീവിത വിഷയവും ഏറ്റെടുത്ത് പരിഹരിച്ചു തരും. ആ ഒരു ബോധ്യവും ആ ഒരു വിശ്വസ്തതയുള്ള വിശ്വാസവുമാണ് മകളെ ആ വലിയ ജീവിതം തന്നെ മാറിമറിയുന്ന പ്രതിസന്ധിയുടെ നാളുകളിൽ മകളെ ഉറപ്പിച്ചു നിർത്തുന്നത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊത്തിരി എന്നെ കുറച്ചൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ട് ചിലരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കില്ല. കാരണം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ എന്തെങ്കിലും ഞാൻ അതിൽ ഉപയോഗിച്ചോ എന്ന് കരുതി, അത് മറ്റെന്തെങ്കിലും രീതിയാണോ എന്ന് കരുതി അവരങ്ങനെ എന്നെ വേദനിപ്പിച്ചവരുണ്ട്. എങ്കിലും ഓരോരുത്തരോടും ഞാൻ പറയും, ഒരിക്കൽ നിങ്ങൾ കൃപാസനം അമ്മ മാതാവിനെ അറിയുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ അമ്മയെ വിട്ട് നിങ്ങൾ എങ്ങും പോകത്തില്ലെന്ന്. പിന്നീട് ഓരോരുത്തരായി അമ്മ മാതാവിലേക്ക് അടുത്തു വരുന്നത്, ഓരോ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മയിലൂടെ ഓരോരുത്തർക്കും സഹായം ലഭിക്കുന്നത്. ഒത്തിരി മക്കൾ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് മകളുടെ ആ സുവിശേഷ പ്രവർത്തനത്തിലൂടെ ദൈവവിശ്വാസവും വിശുദ്ധ ജീവിതത്തിലേക്കും മടങ്ങി വന്നതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളോട് മകൾ 2 കാര്യം സൂചിപ്പിച്ചു. നമ്മൾ എങ്ങനെയാണ് ഉടമ്പടിയുടെ ആ അച്ഛൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ പുലർത്തുന്ന മനസ്സെന്താണ്? 1 ഡെയിലി ബ്രെഡ്, 2 ഉടമ്പടി ധ്യാനം. മകൾ പറയുന്നുണ്ട്, ഞാനത് ലൈവായി തന്നെ കൂടുവാൻ എപ്പോഴും ശ്രമിക്കും. പിന്നെ എപ്പോഴെങ്കിലും കേട്ടാൽ മതി, സൗകര്യം കിട്ടുമ്പോൾ കേട്ടാൽ മതി, എല്ലാ കാര്യവും തീർന്നിട്ട് നമുക്കൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ ധ്യാനം 5 ദിവസമായി മുറിച്ച് കേൾക്കാം.
അതൊക്കെ നമ്മൾ തന്നെ ആ ധ്യാനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വരുന്നതിന് തടസ്സം നിൽക്കുകയാണ്. നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവികമായ സന്ദേശം, ഈശോയുടെ വെളിപ്പെടുത്തലുകൾ ജോസഫ് അച്ഛനിലൂടെ നമുക്ക് കൈമാറുന്നുവെന്ന ആ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവം അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ചേരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ജീവിത വിശുദ്ധിക്കും പ്രത്യേക അഭിഷേകമായി മാറിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ഞാൻ ജോലിയിലാണെങ്കിലും ഞാനത് ഈ ഹെഡ്ഫോൺ വെച്ച് അതൊക്കെ കേൾക്കുവാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ആ 5:30ക്കുള്ള പ്രാർത്ഥന സ്ഥിരം ലൈവ് തന്നെ ഞാൻ എപ്പോഴും കൂടുമായിരുന്നു. അതിനൊരു ത്യാഗം നമ്മളിൽ നിന്നും ആവശ്യമുണ്ട്. നമ്മൾ അതിനെയാണ് ജോസഫ് അച്ഛൻ്റെ വാക്കുകളിൽ വിശേഷ ബുദ്ധിയായി നമ്മുടെ സമയത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്തുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നു എന്ന് വിചാരപ്പെടേണ്ടത്. പ്രിയമുള്ളവരെ, ഉടമ്പടി അതിൻ്റെ തനിമയിൽ ജീവിക്കുന്നവർക്ക് അമ്മയുടെ സംരക്ഷണവും സഹായവും കൂടെയുണ്ട്, വേഗത്തിലുണ്ട്. ഏതൊരാപത്തിലും സംരക്ഷണമായും അതിനെ അതിജീവിക്കുന്ന ശക്തിയായും അനുഭവിക്കുവാനാവും. അതിൻ്റെ വാക്കുകളും ജീവിതവുമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.